വിഷയത്തിൽ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് വീഡിയോ ഫുള്ള് കാണുക. പിന്നെ സെപ്റ്റംബർ 12-ന് മുല്ലപ്പെരിയാർ പൊട്ടുമെന്നുള്ളൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട്. ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് ഒരു ലൈക്ക് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു നഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം അത്രത്തോളം ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ ലൈക്ക് ചോദിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഷെയർ ചെയ്യാൻ പറയുന്നത് 3.5 കോടി ജനങ്ങളുണ്ട്. എന്നിട്ട് പോലും നമ്മളൊരു പെറ്റീഷൻ പറഞ്ഞിട്ട് സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പോഴും അത് 1/2 കോടി ജനങ്ങൾ പോലും സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ മനസ്സിലായില്ല മലയാളികളുടെ ഒത്തൊരുമ എന്തോരം ഉണ്ടെന്ന്. കേരളത്തിലെ ജനങ്ങൾക്ക് ദുരന്തം ഏറ്റുവാങ്ങിയാണ് ശീലം. അതിനുശേഷം ഇരുന്ന് കരയും. അതിനുശേഷം കുത്തിയിരുന്ന് ഈ പറഞ്ഞ വീഡിയോസ് എല്ലാം സെർച്ച് ചെയ്ത് കുത്തിയിരുന്ന് കാണും. അതിനൊക്കെ അപ്പോൾ സമയം കണ്ടെത്തും. പക്ഷേ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് തടയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അവരത് കാണില്ല, കേൾക്കില്ല, മൈൻഡ് ചെയ്യില്ല. അപകടം ഉണ്ടായതിനു ശേഷം മാത്രം എന്തിന് നിങ്ങളിങ്ങനെ ചെയ്യുന്നതിന് എല്ലാ വീഡിയോയിലും പറയണം. ഞാൻ ഇനി മുല്ലപ്പെരിയാർ വിഷയം സംസാരിക്കില്ല. കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട്. അതിനപ്പുറം തന്നെ ഒന്നും എനിക്ക് പറയാനില്ല. വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. കാരണം എല്ലാവരും വേണ്ട. നിങ്ങൾ എന്താ വിചാരിച്ചത്? 5-6 ജില്ലകൾ മാത്രമാണ് മുല്ലപ്പെരിയാറിൽ പോകുമെന്നാണോ വിചാരിച്ചത്? അതൊന്നുമല്ല. ഞാൻ എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയില്ല അറിയാൻ ഒന്നുകൂടി പറയുന്നത്. കാരണം ഇത് ലാസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുകയാണ്. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം അത്ഭുത പ്രതിഭാസമായി കാണുന്നവരോട് ഒരിക്കലും അത് അത്ഭുത പ്രതിഭാസമല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. സുർക്കി മിശ്രിതത്തിലുണ്ടാക്കി, ഒരിക്കലും പൊട്ടില്ല, ഗ്രാവിറ്റി ഡാമാണ് എന്നൊക്കെ പറയുന്നവരോട് മനുഷ്യനിർമ്മിതമായ എല്ലാത്തിനും ഒരു അവസാനമുണ്ട് എന്നുള്ളൊരു വസ്തുത മനസ്സിലാക്കുക. പണിതിരിക്കുന്ന ജോൺ പെനിക്ക് പറഞ്ഞ കാലാവധി പോലും കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഡബിൾ കഴിഞ്ഞു. സ്ട്രെങ്തനിങ് വർക്ക് ചെയ്തു, അതിന്റെ കാലാവധിയും കഴിഞ്ഞു. എന്നിട്ടും ഇത് പൊട്ടില്ല, ഗ്രാവിറ്റി ഡാമാണ് എന്നൊക്കെ പറയുന്നവരോട് ഒന്നും പറയാനില്ല. പകാനം ഈ പെറ്റീഷൻ സൈൻ ചെയ്യണം. എത്ര സെക്കൻഡ് വേണം? അത് ഒരു ലിങ്ക് ഉണ്ട്. ഞാൻ എങ്ങനെ പെറ്റീഷൻ സൈൻ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു മക്കളെ ചെളിയിൽ മുക്കി കൊല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കിടന്ന് പലരും ചോദിച്ചു എന്തിന് കിടന്ന് കൂവുന്നു നിലവിളിക്കുന്നു. ഇങ്ങനെ കൂവുന്നതും നിലവിളിക്കുന്നതും കുഞ്ഞു മക്കളെ ചെളിയിൽ മുക്കി കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ചെയ്യണം. പിന്നെ മരിച്ചതിന് ശേഷം ആ അനുശോചനം അർപ്പിക്കാനിരിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നു, പുച്ഛമാണ് നിങ്ങളോട് വെറും പുച്ഛം, കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും. ഞാനൊരു കാര്യം പറഞ്ഞു. ചൈനയിലും ഇതുപോലൊരു ഡാം ഉണ്ടായിരുന്നു. അതിന്റെ ഹൈഡ്രോളജിസ്റ്റ് പറഞ്ഞാണ് ഡാം ലീക്കിംഗ് ഉണ്ട്, അടിയന്തരമായി ഡീകമ്മീഷൻ ചെയ്യണമെന്ന്. പക്ഷേ ഗവൺമെന്റ് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു ഡാമിനൊന്നും സംഭവിക്കില്ല, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അവരൊരു പാച്ച് വർക്ക്, ഒരു സ്ട്രെങ്തനിങ് വർക്ക് ചെയ്തു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട്. എന്നിട്ട് പറഞ്ഞു ഇനി അഥവാ ഡാം പൊട്ടിയാലും താഴെയുള്ള 61 ഡാമും അത് തടഞ്ഞോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അധികമായി വന്ന കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് കൂടി ഡാം പെട്ടെന്ന് 5 ഷട്ടർ തുറക്കേണ്ടി വന്നു. അതിനുശേഷം ആ ഡാം പൊട്ടി. ഈ താഴെയുള്ള 61 ഡാമും താങ്ങിയില്ല, ഡാം എല്ലാം പൊട്ടി, ഓരോന്നോരോന്നായി പൊട്ടി. എന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിക്കുകയും ചെയ്തു. അതിലൂടെ വന്ന വെള്ളം 17 TMC ആണെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടിയത് വരാൻ പോകുന്നത് 120 TMC വാട്ടറാണ്. അതാദ്യം മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഞാൻ കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയണം. കാരണം ഇനി ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ അത്രമാത്രം സംസാരിച്ചു. എന്ത് വേണ്ടിയാണ് സംസാരിക്കുന്നത്? അത്രയും ആളുകളിലേക്ക് ബോധവൽക്കരണം. കാരണം പല ആൾക്കാരും പറയുന്നത് മുല്ലപ്പെരിയാർ ഇപ്പോൾ മഴക്കാലത്ത് മാത്രം സംസാരിക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ അതൊരിക്കലും പൊട്ടില്ല എന്ന് പറയുന്നവർക്ക് അവരൊന്ന് അറിയിക്കാനാണ്. നമ്മുടെ കാലാവസ്ഥ ഈ ഡാം നിർമ്മിച്ചപ്പോഴുള്ള ഒരു കാലാവസ്ഥയാണോ ഇപ്പോഴത്തെ കാലാവസ്ഥ? നമുക്കറിയാലോ, മഴ കുറെ ദിവസങ്ങൾ കൊണ്ട് പെയ്യേണ്ട മഴയാണ് പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ടാണ് പെയ്യുന്നത്. മേഘവിസ്ഫോടനം, ന്യൂനമർദ്ദം, ചുഴലിക്കാറ്റ്, അങ്ങനെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയെ കുറിച്ച് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും പഴക്കമുള്ള ഈ ഒരു ഡാം കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ്? 100 അടിയിൽ താഴെ വെള്ളം ജലനിരപ്പ് മാക്സിമം കുറച്ചേ പറ്റൂ. ടണൽ വഴി തമിഴ്നാടിന് വെള്ളം കൊടുക്കുക, 100 അടിയിൽ താഴേക്ക് ഇതിന്റെ വെള്ളം കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ദുരന്തം ഉണ്ടായാൽ തന്നെ ഒരു പക്ഷേ അതിജീവിക്കാൻ കഴിയും. എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുന്നവരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കാണുക. പിന്നെ ഇനി ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല. കാരണം ഇനി നിങ്ങൾ എന്താണ് മുല്ലപ്പെരിയാർ, നിങ്ങൾ ഓരോരുത്തരും ഇത് കാണുന്ന ഓരോരുത്തരും, നിങ്ങൾ 100 പേരാണ് കാണണമെങ്കിൽ നിങ്ങൾ 100 ലൈക്ക് ചെയ്യൂ, നിങ്ങൾ 100 ഷെയർ ചെയ്യൂ. അപ്പം ആ അടുത്ത ആൾ കാണുന്നവർ അവരും ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്ത് പോട്ടെ. ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളില്ലേ, എന്നിട്ട് പോലും നമ്മുടെ ഒരു പെറ്റീഷൻ സൈൻ ചെയ്തിട്ടില്ല. അഡ്വക്കേറ്റ് റസൽ ജോ ഇതിനെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അതിന് മുമ്പ് ഇന്നലെ ഞാൻ പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാമിലെ 130.45 അടിയായിരുന്നു വെള്ളമുണ്ടായിരുന്നത്. ഇന്നത് 130.65 ആയിട്ടുണ്ട്. ജലനിരപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇടുക്കിയിലെ വെള്ളം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്
കൂടുതലാണ് ഈ വർഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുപോലെയാണ് മഴ പെയ്യുന്നത്. മണിക്കൂറുകൾ കൊണ്ട് എത്രമാത്രം വെള്ളമാണ് വരുന്നത്. അപ്പോൾ അഡ്വക്കേറ്റ് റസൽ ജോയ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ദയവായി ചെയ്ത് നിങ്ങളൊന്ന് കേരളത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ്, ഒരു സർക്കാരാണ് കേരളത്തിൽ ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ കേസിനെ സുപ്രീം കോടതിയിൽ സപ്പോർട്ട് ചെയ്ത് ഒരു അഫിഡവിറ്റ് ഇടണം, ഒരു സത്യവാങ്മൂലം ഇടണം. ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകളൊന്നും ഡാം പരിശോധിക്കുന്നതിൽ കേരള സർക്കാരിന് വിരോധമില്ല. അതിന്റെ ചെലവ് കേരള സർക്കാർ വഹിച്ചുകൊള്ളാം. എന്തുകൊണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് കേരള സർക്കാർ ഇത് ചെയ്തില്ല എന്ന് എന്നെ കേൾക്കുന്ന ജനങ്ങൾ ചിന്തിക്കണം. 140 MLA ഇല്ലാതിരുന്നിട്ടാണോ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടില്ലേ? ഇനി എന്റെ കേസിലാണ് ആദ്യമായിട്ട് കേന്ദ്ര സർക്കാർ എതിർകക്ഷിയായിട്ട് വരുന്നത്. കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പൊറോട്ട നാടകം നടത്തിയപ്പോ കേന്ദ്ര സർക്കാർ കക്ഷിയല്ല. ഞാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ 1ാം എതിർകക്ഷിയാക്കി കേസ് കൊടുത്തു. അപ്പോ നമ്മുടെ MP പാർലമെന്റിൽ 20 എണ്ണം, രാജ്യസഭയിലുണ്ട്. ഇവരാരെങ്കിലും പാർലമെന്റിൽ പറഞ്ഞോ റസൽ ജോയിയുടെ കേസിനെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കണമെന്ന്? കേരളത്തിലെ MP 3.5 കോടി ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ്. അവർക്ക് ആവശ്യമില്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാണ് ആവശ്യം. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് വരൂ. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം 100 കൂട്ടം കാര്യങ്ങളുടെ മധ്യത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ ഈ വിഷയം വരൂ. ഒരു MP പോലും അതിന് തയ്യാറാകാത്തത് എന്താണ്? 20 MP ലോകസഭയിലും അതിലേറെ അതിനോട് രാജ്യസഭയിലും കുറെ MP ഇവരാരും എന്താ തയ്യാറാക്കുന്നത്? ഇവർക്കാർക്കും കേരളം വേണ്ടേ? നമ്മുടെ ജീവൻ ഇവരൊരു പ്രസക്തിയും കൽപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുഞ്ഞുമക്കളുടെ ജീവൻ അപകടത്തിലാക്കിയിട്ട് എങ്ങനെ ഇവർക്ക് പാർലമെന്റിൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നു? ജനങ്ങളുടെ ശമ്പളം വാങ്ങിക്കാൻ പറ്റുന്നു? ജനങ്ങളുടെ നികുതി പണം ശമ്പളമായിട്ട് വാങ്ങിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഒരു ഉളുപ്പില്ലാണ്ട്. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ശ്രീ DY ചന്ദ്രചൂഡും വഴി ചെയ്തത്. അപ്പൊ കേന്ദ്ര സർക്കാർ അത്തരം ഒരു അഫിഡവിറ്റ് ഇട്ടാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അഡ്രസ് ചെയ്തുകൊണ്ട് change.org എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പ്രധാനമന്ത്രിയെ അഡ്രസ് ചെയ്തുകൊണ്ട് ഞാനൊരു പെറ്റീഷൻ ഇട്ടത്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. 1/2 കോടി ജനങ്ങൾക്കെങ്കിലും ഇതൊരു ആവശ്യമാണെന്ന് തോന്നണം, അല്ലെങ്കിൽ ആരും നമ്മളെ പരിഗണിക്കില്ല. ഈ പെറ്റീഷൻ ഇപ്പൊ 17 ലക്ഷം പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊരു 50 ലക്ഷമായി കഴിഞ്ഞാൽ, അതായത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 3.5 കോടി ജനങ്ങളിൽ 3 അങ്ങോട്ട് മാറ്റിയിട്ട് 1/2 കോടിയെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് അതൊരു ജനകീയ വിഷയമായിട്ട് വരും. ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കും, ലോക നേതാക്കൾ ശ്രദ്ധിക്കും. അപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇടപെടാതിരിക്കാൻ നിവൃത്തിയില്ലാണ്ട് വരും. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും വരും. നമ്മുടെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് MLA MP ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാത്ത സാഹചര്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പെറ്റീഷനാണ് ഞാൻ change.org എന്ന ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ എന്നെ കേൾക്കുന്ന എല്ലാവരും അതിൽ ഒപ്പിടണം. അതുപോലെ തന്നെ കഴിയുന്നവരെല്ലാം സ്വന്തം വീടിന്റെ മുമ്പിലോ ജംഗ്ഷനുകളിലോ ഒക്കെ കേരള സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക എന്ന ബോർഡ് സ്ഥാപിക്കണം. നമുക്ക് വലിയ ചെലവൊന്നുമില്ല, നമ്മുടെ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയല്ലേ, വലിയ ചെലവൊന്നുമില്ല. നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ അത്തരം ഒരു നമുക്ക് വേണ്ടി ചെയ്യേണ്ട സർക്കാർ അവരുടെ കയ്യിലല്ല, ഇതൊന്നും സുപ്രീം കോടതിയുടെ കയ്യിലാണെന്ന് പറഞ്ഞ് കഴിയുന്ന ഈ ഒരു അവസരത്തിൽ നമ്മളെ കൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പെറ്റീഷൻ സൈൻ ചെയ്യുക. പെറ്റീഷൻ സൈൻ ചെയ്താൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പെറ്റീഷൻ നമ്മൾ ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുപ്രീം കോടതിക്ക് അതിനനുകൂലമായൊരു നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് എല്ലായിടത്തേക്കും അത് എത്താൻ തന്നെ ഇടയാകും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയത്, നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ 100 പേരാണ് കാണുന്നതെങ്കിൽ 100 പേര് കണ്ടാലും മതി. 100 പേര് കണ്ടു, 100 പേര് ഇത് ഷെയർ ചെയ്തു, 100 പേരിലേക്ക് ഇത് എത്തി, 100 അടുത്ത ആൾക്കാർ കണ്ടു, അങ്ങനെ ഷെയർ ചെയ്ത് എത്രത്തോളം ആളുകളേക്ക് എത്തിക്കാൻ പറ്റും അത്രത്തോളം ആളുകളേക്ക് എത്തിക്കുക. കുഞ്ഞിക്കാൻ പോകുന്നില്ല. സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് അവതരിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് മനസ്സിലാക്കുക. ആ ഒരു സംഭവം ഇതുവരെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും 1/2 കോടി പോലും ജനങ്ങൾ ആ ഒരു പെറ്റീഷൻ സൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആർക്കും അതിലൊരു താല്പര്യവും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾക്ക് പേടിയുണ്ട്, ഭയമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു പെറ്റീഷൻ സൈൻ ചെയ്യാൻ ആൾക്കാർ മടിക്കുന്നത്? എത്ര വീഡിയോസിൽ ഞാൻ പറഞ്ഞു പെറ്റീഷൻ സൈൻ ചെയ്യാൻ. എന്തായാലും ഈ ഒരു വീഡിയോ ഇതിൽ ഞാൻ ലിങ്ക് അയക്കുന്നുണ്ട്. അല്ലാണ്ട് എനിക്ക് ഇനി ഇതിൽ കൂടുതൽ മുല്ലപ്പെരിയാറെ കുറിച്ച് പറയാൻ എനിക്കറിയില്ല. എന്നെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യവുമില്ല. ചെയ്യേണ്ടത് നിങ്ങളാണ്. മാത്രമല്ല, സുപ്രീം കോടതിക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കേന്ദ്രം ഇടപെടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. ഇനിയെങ്കിലും എത്ര സമയം വേണം നിങ്ങൾക്ക്? എത്രയോ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ സമയം കളയുന്നു. എത്ര സീരിയലുകൾ, സിനിമകൾ, ഇതുപോലെ സിനിമ നടി പീഡിപ്പിച്ചു ഇതിനൊക്കെ വേണ്ടി കളയുന്നില്ലേ? ഇതൊരു അപേക്ഷയാണ്. ഞാനിനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. മുല്ലപ്പെരിയാർ വിഷയം പറഞ്ഞ് ഞാനും ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എത്രത്തോളം ലൈക്ക് ചെയ്യുന്നു അത്രത്തോളം ആളുകളിലേക്ക് എത്തും. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഡാം ഇത്രയും നാളായിട്ട് ഈ ഡാമിന് ബലക്കുറവുണ്ട്, ഡാമിൽ ലീക്കിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആരെങ്കിലും വന്ന് വിദഗ്ധര്, നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ, അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല. ആരാണ് വന്ന് ഡാം ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്ന് കേട്ടു നോക്കൂ. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വന്ന് പറയാണ്, റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കട്ടെ. സദേൺ നേവൽ കമാൻഡ് ഇതിന്റെ അടിയിലുണ്ട്, എയർപോർട്ട് ഇതിന്റെ അടിയിലുണ്ട്, നേവൽ ആർമമെന്റ് ഡിപ്പോ ഇതിന്റെ അടിയിലുണ്ട്, സുരക്ഷയെ ബാധിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇതിന്റെ അടിയിലുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ വന്ന് സുപ്രീം കോടതിയിൽ പറയട്ടെ, ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണം. അവരെക്കാൾ വലിയ ഒരു ഏജൻസി ലോകത്ത് തന്നെ ഇല്ല ഡാം പരിശോധിക്കാൻ. ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്ന പോലെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ല. അവിടെ സീസ്മോളജിസ്റ്റുകൾ വേണം, ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, സിവിൽ എഞ്ചിനീയേഴ്സും വേണം, വേറെ പല എഞ്ചിനീയറിംഗ് ശാസ്ത്ര ശാഖകളിലും പ്രാവീണ്യമുള്ളവർ വേണം. അത്തരം ഒരു സെറ്റപ്പ് ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ഡാം എഞ്ചിനീയറിംഗ് ഇല്ല, റിലയബിലിറ്റി സയൻസ് ഇല്ല, അത് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇല്ല, പഠിച്ച ആളുകളുമില്ല. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എന്താണ് പറയേണ്ടത്? ഞങ്ങൾ അഡ്വക്കേറ്റ് റസൽ ജോയുടെ കേസിനെ പിന്തുണയ്ക്കുന്നു. റിലയബിലിറ്റി സയന്റിസ്റ്റുകളൊന്നും മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കട്ടെ. അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് കേരള ബെയർ ചെയ്യുന്നതായിരിക്കും. മുല്ലപ്പെരിയാർ ഡാം കേസ് തീർന്നു. ഒരു സർക്കാർ അങ്ങനെ വന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് പിന്നെ റോളില്ല. സർക്കാർ എന്താണോ പറഞ്ഞത് അത് അംഗീകരിച്ച് ഉത്തരവ് പാസ്സാക്കുന്നു മാത്രമേ ഉള്ളൂ. അത്ര സിമ്പിളാക്കി, ഗഹനമായ ഒരു വിഷയത്തെ ഞാൻ അത്ര സിമ്പിളാക്കി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ 8-ാം തീയതി. പിന്നെ സെപ്റ്റംബർ 12 മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് മെഡിറ്റേഷനിൽ പറയുന്ന രണ്ടുപേര് പറയുന്നത് കണ്ടു. ഒരു കുട്ടി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാൻ തന്നെ കാര്യം, എൻ്റെ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ പലരും വന്ന് ചേച്ചി മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറയുന്നുണ്ട് സെപ്റ്റംബർ 12 എന്താണ് അഭിപ്രായം? അങ്ങനെയൊന്നും അഭിപ്രായം ഞാൻ എങ്ങനെയാണ് പറയുന്നത്? എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റിയ ഒരാളുകൾ, നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷേ എനിക്കറിയാവുന്നൊരു കാര്യം, മുല്ലപ്പെരിയാർ അപകട ഭീഷണിയിൽ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതിനപ്പുറം ഇത് ഇന്ന് പൊട്ടുമോ നാളെ പൊട്ടുമോ പറയാൻ ഞാൻ ആളല്ല. നമ്മൾക്ക് ഇത് പൊട്ടുമോ ഇല്ലേ എന്ന് പറയാൻ വേണ്ടിയാണ് വിദഗ്ധർ വന്ന് പരിശോധിക്കേണ്ടത്. അതിനു വേണ്ടിയുള്ള നിയമ പോരാട്ടമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളൊന്ന് സഹകരിക്കുക. ദൈവത്തെ ഓർത്തു ദയവ് ചെയ്ത് അതെങ്കിലും ഒന്ന് ചെയ്യുക. ഈ മഴ തീരുമ്പോൾ തീരേണ്ട ഒരു വിഷയമായിട്ട് മാറ്റാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾ വന്ന് ഡാം ചെക്ക് ചെയ്ത് ഡാമിന്റെ കാര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തണം. അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട് എന്ന് അറിയിക്കാനുള്ള ഏക മാർഗമാണ് ഈ ഒരു പെറ്റീഷൻ. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? കേരള ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവിടുന്ന് എംപിമാർ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. കാരണം നമ്മൾക്ക് വേണ്ടി സംസാരിക്കാനാണ് അദ്ദേഹം ഈ ഒരു നിയമ പോരാട്ടം നടത്തുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള മറുപടിയാണ് ഞാൻ തന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഇതിൽ കൂടുതലായിട്ടൊന്നും തന്നെ എനിക്കിനി മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയാനില്ല. പറയാനുള്ളതെല്ലാം എൻ്റെ പഴയ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്.